അടുത്ത് നമുക്ക് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രമാണ്. UML communication diagrams, also known as collaboration diagrams like the sequence diagram, is a kind of interaction diagram that shows how objects interact. അപ്പോൾ ഇതിലും എന്താണ് കാണിക്കുന്നത്? ഒബ്ജക്ട്സ് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യും എന്നതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഒബ്ജക്റ്റ് ഡയഗ്രാം. ഒബ്ജക്റ്റ് ഡയഗ്രത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഒബ്ജക്ട്സുകൾ തമ്മിൽ മെസ്സേജസ് ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ട്രാവൽ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇൻ അഡീഷൻ ടു ദ അസോസിയേഷൻസ് എമംഗ് ഒബ്ജക്ട്സ്, കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ഷോസ് ദ മെസ്സേജസ് ഒബ്ജക്ട്സ് സെൻഡ് ഈച്ച് അതർ. ആ മെസ്സേജുകളും എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. ഓരോ ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. Communication diagrams offer benefits similar to sequence diagram, but they will offer a better understanding of how components communicate and interact with each other rather than solely emphasizing the sequence of events. അപ്പോൾ ജസ്റ്റ് ഇവൻറ്റ്സ് കാണിക്കുക എന്നതിലുപരി ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കമ്പോണൻസുകൾ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നതാണ് ഇനി പറയുന്നത്. നമ്മളെ പ്രൊസീജിയർ, ഫങ്ഷൻ, ഓപ്പറേഷനൊക്കെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കമാൻഡ്സ് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്, ഒബ്ജക്ട്സുകൾ തമ്മിൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ കോൺസിക്വൻസസ്, ഇൻറ്ററാക്ഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള കോൺസിക്വൻസസ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ സിനാരിയോൻ്റെ ഡീറ്റെയിൽഡ് ഫങ്ഷനാലിറ്റി മനസ്സിലാക്കാനും പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസും നൊട്ടേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം എന്താണ്? റെക്റ്റാങ്കിൾസ് ആണ്. റെക്റ്റാങ്കിൾസ്, ലൈൻസ്, ആരോസ് ഒക്കെ ഇതിലും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾസ് റെപ്രസെൻറ്റ് ഒബ്ജക്ട്സ് ദാറ്റ് മേക്ക് അപ്പ് ദ അപ്ലിക്കേഷൻ. റെക്റ്റാങ്കിൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെയാണ്. ഒബ്ജക്റ്റുകൾ ചേർന്നിട്ടാണ് ആ ഒരു അപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവുക. ദ ഒബ്ജക്ട്സ് ആർ നെയ്മഡ് ആസ്. അപ്പോൾ ഒബ്ജക്റ്റിന് നമ്മൾ പേര് കൊടുക്കുന്നത് ഒബ്ജക്റ്റ് 1, ഒബ്ജക്റ്റ് 2, ഒബ്ജക്റ്റ് 3 എക്സെട്ര, ഒബ്ജക്റ്റ് n-1 ആൻഡ് ഒബ്ജക്റ്റ് n. ഈ രീതിയിലാണ് നമ്മൾ ഒബ്ജക്റ്റിന് പേര് കൊടുക്കേണ്ടത്. പിന്നുള്ളത് ലൈൻസ് ആണ്. ലൈൻസ് ബിറ്റ്വീൻ ക്ലാസ് ഇൻസ്റ്റൻസ് റെപ്രസെൻറ്റ്സ് ദ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലൈൻസ് മാത്രമേ ഉള്ളൂ, ആരോ ലൈൻസ് അല്ല. പിന്നെ ആരോസ് റെപ്രസെൻറ്റ്സ് ദ, അതായത് ആ ലൈൻസിൻ്റെ മുകളിൽ ആരോസ് ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആരോസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നോക്കട്ടോ. ആരോസ് റെപ്രസെൻറ്റ്സ് ദ മെസ്സേജസ് ദാറ്റ് ആർ സെൻഡ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സുകൾ തമ്മിലുള്ള മെസ്സേജുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ആരോസ് യൂസ് ചെയ്യുന്നത്. മെസ്സേജസ് പാസ്ഡ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ലാബിൾഡ് ആരോസ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് ദ സെൻഡിങ് ഒബ്ജക്റ്റ് ആക്ടർ ആൻഡ് എൻഡ് വിത്ത് ദ റിസീവിങ് ഒബ്ജക്റ്റ്. അപ്പോൾ എവിടുന്ന് തുടങ്ങി എവിടുന്ന് അവസാനിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ആരോനെ എന്ത് ചെയ്തിട്ടുള്ളത്? റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദ സാമ്പിൾ മെസ്സേജസ് പാസ്ഡ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ആർ ലാബിൾഡ്. അപ്പോൾ ആ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. 1 മെസ്സേജ് 1, അതായത് ഒബ്ജക്റ്റ് 1 എന്ന് മെസ്സേജ് 1 പോയി, അവിടുന്ന് മെസ്സേജ് 2ലേക്ക്, അവിടുന്ന് മെസ്സേജ് 3 നോക്കാം, 3 മെസ്സേജ് 3 എക്സെട്ര. അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ആ ഒരു സീക്വൻസ് ലെവലിലല്ല കേട്ടോ പറയുന്നത്, അതിൻ്റെ എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ വിചാരിച്ച സീക്വൻസിലാണ് പറയുന്നത്. അപ്പോൾ 1 മെസ്സേജ് 1 നോക്കുക, ഒബ്ജക്റ്റ് 1 എന്ന് ഒബ്ജക്റ്റ് 2ലേക്കാണ്. അതേപോലെ 2 മെസ്സേജ് 2 ഒബ്ജക്റ്റ് 2 എന്ന് ഒബ്ജക്റ്റ് n-1ലേക്കാണ്. മീൻസ് അവിടെ ഒബ്ജക്റ്റ് 3 ആണെങ്കിൽ ഒബ്ജക്റ്റ് 3 ഏതിലേക്കും ആവാം. പിന്നെ ഒബ്ജക്റ്റ് 3 നിന്ന് ഒബ്ജക്റ്റ് 4ലേക്കാണെങ്കിൽ 3 മെസ്സേജ് 3. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആരോസ് യൂസ് ചെയ്യുന്നത്. വേർ ദ ന്യൂമറിക്കൽ പ്രിഫിക്സ് ടു ദ മെസ്സേജ് നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഓർഡർ ഇൻ ദ സീക്വൻസ്. അതിൻ്റെ ഓർഡറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് n-1 എന്നുള്ളിടത്ത് ഒബ്ജക്റ്റ് 3 ആണെങ്കിൽ അതിനെ 3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അല്ല ഒബ്ജക്റ്റ് 4 ആണെങ്കിൽ 4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഒബ്ജക്റ്റ് 1 ഫസ്റ്റ് സെൻസ് ഒബ്ജക്റ്റ് 2 ദ മെസ്സേജ് 1. ഒബ്ജക്റ്റ് 2 ഇൻ ടേൺ സെൻസ് ഒബ്ജക്റ്റ് n-1 ദ മെസ്സേജ് 2 ഒബ്ജക്റ്റ് n-1ലേക്കാണ് പോകുന്നത്. ദ മെസ്സേജ് ആൻഡ് സോ ഓൺ, അങ്ങനെ പോകും. മെസ്സേജസ് ദാറ്റ് ഒബ്ജക്റ്റ് സെൻഡ് ടു ദംസെൽസ് ആർ ഇൻഡിക്കേറ്റഡ് ആസ് ലൂപ്സ്. ആ ഒബ്ജക്റ്റിലേക്ക് തന്നെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ലൂപ്പ് ഇടും. അതാണ് 5 മെസ്സേജ് 5 പറയുന്നത്. അത് അവിടെ തന്നെ കറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു ഹോട്ടൽ റിസർവേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം വരക്കുക എന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഡയഗ്രത്തിലെ എലമെൻറ്റ്സ് ആണ് ഒന്ന് ഒബ്ജക്ട്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാംസ് കം ഇൻ ടു
ഇൻ ടു ഫ്ലേവേഴ്സ്. സപ്ലയറും ഉണ്ടാവും ക്ലയൻറ്റും ഉണ്ടാവും. സപ്ലയർ ഒബ്ജക്ട്സ് ആർ ദ ഒബ്ജക്ട്സ് ദാറ്റ് സപ്ലൈ ദ മെത്തേഡ് ദാറ്റ് ഈസ് ബീങ് കോൾഡ്. കോൾ ചെയ്യുന്ന മെത്തേഡിന് സപ്ലൈ ചെയ്യുന്ന ആളെയാണ് സപ്ലയർ എന്ന് പറയുക. ദെർഫോർ റിസീവ് ദ മെസ്സേജ്. ക്ലയൻറ്റ് ഒബ്ജക്ട്സ് കോൾ മെത്തേഡ്സ് ഓൺ സപ്ലയർ ഒബ്ജക്ട്സ്. സപ്ലയർ ഒബ്ജക്ട്സിൻ്റെ മുകളിൽ മെത്തേഡ്സിനെ കോൾ ചെയ്യുന്ന ആളുകളാണ് ക്ലയൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ദെർഫോർ സെൻഡ് മെസ്സേജസ്. ക്ലയൻറ്റ്സ് എന്താണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതും സപ്ലയർ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളുമാണ്. പിന്നെ ലിങ്ക് ആണ് അടുത്തത്. ദ കണക്ടർ ലൈൻസ് ഡ്രോൺ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ആർ ലിങ്ക്സ്. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ലൈൻസിനെ നമ്മൾ ലിങ്ക്സ് എന്ന് പറയും. ലിങ്ക്. പിന്നെ ദീസ് ലിങ്ക്സ് ആർ വാട്ട് സെറ്റ് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാംസ് അപ്പാർട്ട് ഫ്രം സീക്വൻസ് ഡയഗ്രാം. ദേ എനേബിൾ യു ടു സീ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. അപ്പോൾ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് മെസ്സേജസ് ആണ്. മെസ്സേജസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ആർ ഷോൺ ആസ് ആരോസ് പോയിൻറ്റിങ് ഫ്രം ദ ക്ലയൻറ്റ് ഒബ്ജക്റ്റ് ടു ദ സപ്ലയർ ഒബ്ജക്റ്റ്. ക്ലയൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് സപ്ലയർ ഒബ്ജക്റ്റിലേക്കുള്ള പോയിൻറ്റിങ് ആരോസ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇതിനെ, മെസ്സേജസിനെ. മെസ്സേജസ് റെപ്രസെൻറ്റ് എ ക്ലയൻറ്റ് ഇൻവോക്കിംഗ് ആൻ ഓപ്പറേഷൻ ഓൺ ആൻ സപ്ലയർ ഒബ്ജക്റ്റ്. ദേ ക്യാൻ ബി മോഡൽഡ് അലോങ് വിത്ത് ദ ഒബ്ജക്ട്സ് ഇൻ ദ ഫോളോയിങ് മാനർ. അപ്പോൾ നമുക്ക് അതിനെ മോഡൽ ചെയ്യാൻ ഈ പറയുന്ന രീതിയിലും അതിനെ മോഡൽ ചെയ്യാം എന്നാണ് പറയുന്നത്. മെസ്സേജ് ഐക്കൺസ് ഹാവ് വൺ ഓർ മോർ മെസ്സേജസ് അസോസിയേറ്റഡ് വിത്ത് ദം. മെസ്സേജ് ഐക്കണിന് ഒന്നിലേറെ മെസ്സേജസ് അതിൽ അസോസിയേറ്റ് ചെയ്ത് വരാം. മെസ്സേജസ് ആർ കമ്പോസ്ഡ് ഓഫ് മെസ്സേജ് ടെക്സ്റ്റ് പ്രിഫിക്സ്ഡ് ബൈ എ സീക്വൻസ് നമ്പർ. അതിനൊരു സീക്വൻസ് നമ്പർ ഉണ്ടാവും മുന്നിൽ. ദിസ് സീക്വൻസ് നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ ടൈം ഓർഡറിങ് ഓഫ് ദ മെസ്സേജ്. അതിൻ്റെ ഓർഡറിങ്ങിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം യു ക്യാൻ ഫോളോ ദ സീക്വൻസ് നമ്പേഴ്സ് ടു ഡിറ്റർമൈൻ ദ ഓർഡർ ഓഫ് മെസ്സേജസ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. അപ്പോൾ ആ സീക്വൻസ് നമ്പർ നോക്കിയിട്ട് ഇപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഡയഗ്രത്തിലെ അതിൻ്റെ സീക്വൻസ് നമ്പർ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഓർഡർ മനസ്സിലാക്കാൻ പറ്റും. 1.1, 1.1.1ൻ്റെ ഭാഗമായിട്ടാണ് അടുത്തത്. പിന്നെ 1.1.1.2, 1.1.1.2.1 ആ ഓരോന്നിൻ്റെയും ഭാഗം ആ ഒരു ഓർഡറിംഗ് ആണ് കാണിക്കുന്നത്. ഒന്നൊന്ന് അങ്ങനെ വരുന്നത്. The first message in communication diagram is always numbered 1, the second is 2 and so on. അങ്ങനെ പോവുക ചെയ്യുക ഒരു ഓർഡറിൽ. You can indicate that a message is nested under a parent message by adding a decimal point and incremental digits to the parent's sequence number. അപ്പോൾ ഒരു നെസ്റ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ മെയിൻ ഹെഡിങ്ങിന് നമ്മൾ 4 എന്നുള്ള മെയിൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സബിനൊക്കെ 4.1, പിന്നെ അതിൻ്റെ സബ് വരികയാണെങ്കിൽ 4.1.1, 4.1.2 അങ്ങനെ കൊടുക്കും. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെസ്റ്റഡ് ആയിട്ടുള്ള പാരൻറ്റ് മെസ്സേജ് എന്നുള്ള മെസ്സേജുകളെ നെസ്റ്റഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. For example, based on the example above, the cal amount can borrow message is the first nested message under enquire borrower and is given the sequence number 1.1. താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ഡയഗ്രാം നോക്കുക, അതിലെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ക്യാൻ എമൗണ്ട് ക്യാൻ ബോറോവർ എന്നിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്, അതിന് നമ്മൾ 1.1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം അത് വേറെ ഏതോ മെസ്സേജിൻ്റെ നെസ്റ്റഡ് മെസ്സേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഏതിൻ്റെ ആണ്, എൻക്വയർ ബോറോവർ എന്നുള്ള മെസ്സേജിൻ്റെ നെസ്റ്റഡ് മെസ്സേജ് ആയിട്ടാണ് ഈ ഒരു 1.1 വരുന്നത്. അതുകൊണ്ടാണ് അതിന് 1.1 എന്ന് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് ഏതാണ്, എൻക്വയർ ബോറോവറിൽ വരുന്ന ഫസ്റ്റ് മെസ്സേജ് നെസ്റ്റഡ് മെസ്സേജ് എന്ന് പറയുന്നത് ഈ 1.1 ആയിട്ട് കൊടുത്തിട്ടുള്ളതാ. സെക്കൻഡ് നെസ്റ്റഡ് മെസ്സേജ് ഏതേക്കാരം 1.2 ആയിക്കാരം. അത് ഏതാ, ഡിസ്പ്ലേ ഇൻവാലിഡ് മെസ്സേജ് എന്നതാണ് രണ്ടാമത്തേത്. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെസ്സേജസിന് കൊടുക്കുന്നത്. ദ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ആൻഡ് ദ സീക്വൻസ് ഡയഗ്രാം ആർ സിമിലർ. രണ്ടും ഒരുപോലെ തന്നെയാണ്. ദേ ആർ സെമാൻറ്റിക്കലി ഇക്വാലൻറ്റ്, ദാറ്റ് ഈസ് ദേ പ്രസൻറ്റ് ദ സെയിം ഇൻഫർമേഷൻ ആൻഡ് യു ക്യാൻ ടേൺ എ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ടു എ സീക്വൻസ് ഡയഗ്രാം. അപ്പോൾ സെമാൻറ്റിക്കലി ഇക്വാലൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡയഗ്രത്തിനെ സീക്വൻസ് ഡയഗ്രാം ആക്കി മാറ്റാനും പറ്റും, ഒരു സീക്വൻസ് ഡയഗ്രത്തിനെ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ആക്കി മാറ്റാനും പറ്റും. The main distinction between them is that the communication diagram arranged elements according to space, the sequence diagram is according to time. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രത്തിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്പേസ് വെച്ചിട്ടാണ്, സീക്വൻസ് ഡയഗ്രത്തിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടൈം വെച്ചിട്ടാണ്. അപ്പോൾ താഴെ അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ലൈബ്രറി ഐറ്റം ഓവർ ഡ്യൂ, ഒരു ലൈബ്രറി
ഐറ്റം ഓവർ ഡ്യൂവിനെ ബേസ് ചെയ്തിട്ട് സീക്വൻസ് ഡയഗ്രാമും കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാമും എങ്ങനെ വരയ്ക്കുക എന്നുള്ള ഡയഗ്രാമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്കറിയാം ലൈഫ് ലൈനൊക്കെ യൂസ് ചെയ്ത് അറിയില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇവിടെ വന്നിട്ട് നമ്മൾ ആക്ടറിൽ മെയിൻ ഫംഗ്ഷന് കൊടുക്കും, അതിൻ്റെ ഓർഡറിൽ 1.1 1.2 എന്നുള്ള ആ ഒരു ബേസിൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോന്ന് കൊടുക്കും. അവിടെ വരുമ്പോൾ നമ്മൾ ഓരോ ലൈഫ് ലൈൻസ് ഇങ്ങനെ വേർട്ടിക്കലായിട്ട് വരച്ചിട്ട് അതിലെന്ത് ചെയ്യുക, നമ്മൾ ടൈം ബേസ് ചെയ്തിട്ട് എവിടെ തുടങ്ങും എവിടെ എൻഡ് ചെയ്യും എപ്പോൾ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഡയഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ സീ ദേ ബോത്ത് കണ്ടെയ്ൻ ഒബ്ജക്ട്സ് ആൻഡ് മെസ്സേജസ്. രണ്ടിലും ഒബ്ജക്ട്സ് ഉണ്ട്, മെസ്സേജസ് ഉണ്ട്. ഇറ്റ് ഓൾസോ ബിക്കംസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു ഡിറ്റർമൈൻ ദ ടൈം ഓർഡറിംഗ് ഓഫ് മെസ്സേജസ് ബൈ ലുക്കിംഗ് അറ്റ് ദ സീക്വൻസ് ഡയഗ്രാം ആൻഡ് ഈസിയർ ടു സീ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ബൈ ലുക്കിംഗ് അറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം. അപ്പോൾ അതിൽ സീക്വൻസ് ഡയഗ്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആ ടൈമിങ് കാണിക്കുന്നത് എവിടെ തുടങ്ങുന്നു എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും കൂടെ ക്ലിയർ ആയിട്ട് സീക്വൻസ് ഡയഗ്രത്തിൽ മനസ്സിലാവും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ടൈമിങ് കാണിക്കുന്നില്ല അല്ലേ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡയഗ്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ, റിലേഷൻഷിപ്പുകളെയാണ്, ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുകളെ ഒന്നും കൂടി ഈസിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഏതിൽ വരുന്നത്, നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രത്തിൽ വരുന്നത്. അടുത്തത് പറയുന്നത് നമ്മൾ ടൈമിംഗ് ഡയഗ്രമാണ്. ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത് Timing diagrams are a specific type of interaction diagrams, one of the new artifacts added to UML2 that focus in on timing constraints. പുതിയതായിട്ട് വന്നതാണ്, ടൈമിംഗ് കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാംസ്, സീക്വൻസ് ഡയഗ്രാംസ് and timing diagrams are different views of the interaction. Timing diagrams are used to explore the behaviors of objects throughout a given period of time. ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും സീക്വൻസ് ഡയഗ്രത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിലെന്തുണ്ട്, തിങ്ക് ഓഫ് എ ടൈമിംഗ് ഡയഗ്രാം ആസ് ആൻ ഇൻവേർട്ടഡ് സീക്വൻസ് ഡയഗ്രാം. ഇൻ എ ടൈമിംഗ് ഡയഗ്രാം ടൈം പാസസ് ഓൺ ദ എക്സ് ആക്സസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ടൈം പാസ് ചെയ്യുന്നത് എക്സ് ആക്സസിലാണ്, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന്. വിത്ത് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ ഓൺ ദ വൈ ആക്സസ്. വൈ ആക്സസിൽ കമ്പോണൻസിൻ്റെ ഇൻറ്ററാക്ഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മേജർ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ലൈഫ് ലൈൻ, ടൈം ലൈൻ, സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ, മെസ്സേജ്, ഡ്യൂറേഷൻ, കൺസ്ട്രെയിൻറ്റ്, ടൈമിംഗ് റൂളർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടൈമിംഗ് ഡയഗ്രത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എ ലൈഫ് ലൈൻ ഇൻ എ ടൈമിംഗ് ഡയഗ്രാം ഫോംസ് എ റെക്റ്റാങ്കുലർ സ്പേസ് വിത്തിൻ ദ കണ്ടൻറ് ഏരിയ ഓഫ് എ ഫ്രെയിം. ഒരു റെക്റ്റാങ്കുലർ സ്പേസ്, അതിലാണ് എന്ത് വരുന്നത്, ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. വിത്തിൻ ദ കണ്ടൻറ് ഏരിയ ഓഫ് എ ഫ്രെയിം. Lifeline is named element which represents an individual participant in the interaction. ഇൻ്ററാക്ഷനിലുള്ള ഒരു ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് ലൈൻ എന്നുള്ള ഒരു എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ നെയിം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ നോക്കുക, സിസ്റ്റം, വൈറസ് എന്നുള്ളത് നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ടിപ്പിക്കലി അലൈൻഡ് ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ അതിന് എഴുതുന്നത്. ടു റീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. മൾട്ടിപ്പിൾ ലൈഫ് ലൈൻസ് മേ ബി സ്റ്റാക്ക്ഡ് വിത്തിൻ ദ സെയിം ഫ്രെയിം. ഒരു ഫ്രെയിമിൽ മൾട്ടിപ്പിൾ ലൈഫ് ലൈൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് ഇപ്പോൾ അവിടെ രണ്ടെണ്ണം വന്നില്ലേ, സിസ്റ്റം, വൈറസ് രണ്ടും വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ സ്റ്റേറ്റ് ടൈം ലൈൻ ആണ് അടുത്തത്. എ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ടൈം ലൈൻ റെപ്രസെൻറ്റ്സ് ദ സെറ്റ് ഓഫ് വാലിഡ് സ്റ്റേറ്റ്സ് ആൻഡ് ടൈം. വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളെയും ടൈമിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ്സ് ആർ സ്റ്റാക്ക്ഡ് ഓൺ ദ ലെഫ്റ്റ് മാർജിൻ ഓഫ് ദ ലൈഫ് ലൈൻ ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് എന്നുള്ള പോലെ എന്ത് ചെയ്യാണ്, നമ്മളതിനെ ലൈഫ് ലൈനിൻ്റെ ലെഫ്റ്റ് മാർജിനിൽ അലൈൻ ചെയ്യുകയാണ് ചെയ്യുക സ്റ്റേറ്റ് ടൈം ലൈനിനെ. പിന്നെ the cause of the change, as is the case in a state or sequence diagram, is the recipient of a message. അപ്പോൾ ഇങ്ങനൊരു ചേഞ്ച് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു ടൈം പോയതോ ഒക്കെ അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടാവുക. ദിസ് സ്റ്റേറ്റ് ടൈം ലൈൻ ഷോസ് വൈറസ് ചേഞ്ചിങ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ബിറ്റ്വീൻ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു വൈറസിന് വരുന്ന ചേഞ്ചിങ് ആണ്, അതിൻ്റെ ഫേസുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ്, ഡോർമെൻറ്റ്, പ്രൊപ്പഗേഷൻ, ട്രിഗറിങ്, എക്സിക്യൂഷൻ, ഇങ്ങനെ പോവാണ്. ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ അതിൻ്റെ ഓരോ ഫേസുകളും എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റേറ്റ് ടൈം ലൈനിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
It is possible to stack several lifelines of different objects in the same timing diagram. One lifeline above the other. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും സ്റ്റേറ്റുകളെ. മെസ്സേജസ് സെൻഡ് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ ക്യാൻ ബി ഡിപ്പിക്റ്റഡ് യൂസിങ് സിമ്പിൾ ആരോസ്. The start and end points of each arrow indicate when each message was sent and when it was received. അപ്പോൾ ഓരോ മെസ്സേജിൻ്റെയും ഫ്ലോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ആരോസ് വെച്ചിട്ട്. പിന്നെ വരുന്നത് ഡ്യൂറേഷൻ കൺസ്ട്രെയിൻസ് ആണ്. ഡ്യൂറേഷൻ കൺസ്ട്രെയിൻറ്റ് ഈസ് ആൻ ഇൻ്റർവെൽ കൺസ്ട്രെയിൻറ്റ് ദാറ്റ് റെഫേഴ്സ് ടു എ ഡ്യൂറേഷൻ ഇൻ്റർവെൽ. ഒരു ടൈം ഇൻ്റർവെലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡ്യൂറേഷൻ കൺസ്ട്രെയിൻസ്. ദ ഡ്യൂറേഷൻ ഇൻ്റർവെൽ ഈസ് ഡ്യൂറേഷൻ യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ ദ കൺസ്ട്രെയിൻറ്റ് ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ള ടൈം കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിനോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഐസ് ഷുഡ് മെൽറ്റ് ഇൻ ടു വാട്ടർ ഇൻ 1 to 6 minutes. 1 തൊട്ട് 6 മുതൽ മിനിറ്റ് വരെ ഉള്ളിൽ ഐസ് എന്താവണം, വെള്ളമായിട്ട് മാറണം എന്നുള്ളൊരു ടൈം കൺസ്ട്രെയിൻ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഡ്യൂറേഷൻ കൺസ്ട്രെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടൈം കൺസ്ട്രെയിൻ്റ് അടുത്ത് വരുന്നുണ്ട്. ഈസ് ആൻ ഇൻ്റർവെൽ കൺസ്ട്രെയിൻറ്റ് ആൻഡ് റെഫേഴ്സ് ടു ടൈം ഇൻ്റർവെൽ. അതായത് ഇന്ന ടൈം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നതാണ് ടൈം കൺസ്ട്രെയിൻ്റ് ആയിട്ട് പറയുന്നത്. അതൊരു ടൈം എക്സ്പ്രഷൻ ആണ്, ആ ഒരു കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ദിസ് കൺസ്ട്രെയിൻറ്റ് ഷോസ് ദാറ്റ് പേഴ്സൺ ഷുഡ് അവേക്ക് ബിറ്റ്വീൻ 5:40 to 6 AM. 5:40 6 മണിൻ്റെ ഉള്ളിൽ ഈ ഒരാൾ എണീക്കണം എന്നുള്ള കൺസ്ട്രെയിൻറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ആ കാണിച്ചിട്ടുള്ളത് ഇവിടെ കേട്ടോ. പിന്നെ ഡിസ്ട്രക്ഷൻ ഒക്കറൻസ് ആണ് അടുത്തത്. Destruction occurrence is a message occurrence which represents the destruction of the instance described by the lifeline. It may result in the subsequent destruction of other objects that this object owns by composition. അപ്പോൾ നമുക്കതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു, അതായത് അതിൻ്റെ ലൈഫ് ലൈൻ എൻഡ് ചെയ്യാണ്, ഡിസ്ട്രോയ് ചെയ്യാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാണിക്കുന്നത്. നോ അതർ ഒക്കറൻസസ് മേ അപ്പിയർ ആഫ്റ്റർ ദ ഡിസ്ട്രക്ഷൻ ഇവൻറ്റ് ഓൺ എ ഗിവൺ ലൈഫ് ലൈൻ. അപ്പോൾ ഈ ഒരു എലമെൻറ്റിൻ്റെ ലൈഫ് ലൈൻ കഴിഞ്ഞ് നമ്മൾ ഡിസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഇവൻസും എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല, ഒക്കെ അറിയാൻ പാടില്ല. ദ ഡിസ്ട്രക്ഷൻ ഇവൻറ്റ് ഈസ് ഡിപ്പിക്റ്റഡ്. ഒരു ക്രോസ് മാർക്ക് കാണിച്ചിട്ടാണ് നമ്മളവിടെ ഡിസ്ട്രക്ഷൻ കൊടുക്കുന്നത്. നോക്കാം, എക്സിക്യൂഷൻ എന്നുള്ള അവിടോട് കൂടി എന്ത് ചെയ്തു, ക്രോസ് മാർക്ക് ഇട്ടു. പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. വൈറസിൻ്റെ ലൈഫ് ലൈൻ അവിടെ ടെർമിനേറ്റ് ആയി എന്നതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ 2 ബേസിക് ഫ്ലേവേഴ്സാണ് ടൈമിംഗ് ഡയഗ്രത്തിനുള്ളത്. ഒന്ന് കോൺസൈസ് നൊട്ടേഷനും രണ്ടാമത്തേത് റോബസ്റ്റ് നൊട്ടേഷനും. അപ്പോൾ റോബസ്റ്റ് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ is basically a state lifeline representation that shows the change of state of an item over time. സമയം പോകുന്നതിനനുസരിച്ച് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റിൽ വരുന്ന ചേഞ്ചുകൾ കാണിക്കുന്നതാണ് റോബസ്റ്റ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ദ എക്സ് ആക്സിസ് ഡിസ്പ്ലേസ് ലാപ്സ്ഡ് ടൈം. എക്സ് ആക്സിസിൽ എന്താണുള്ളത്, ടൈം ആണുള്ളത് യൂണിറ്റ്സിൽ. വൈൽ ദ വൈ ആക്സിസ് ഈസ് ലാബിൾഡ് വിത്ത് ഗിവൺ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ്. വൈ ആക്സിസിൽ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫോർ ദ പീരിയഡ് ഓഫ് ടൈം വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ എ ഗിവൺ സ്റ്റേറ്റ് ദ ടൈം ലൈൻ റൺസ് പാരലൽ ടു ദാറ്റ് സ്റ്റേറ്റ്. എ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് അപ്പിയേഴ്സ് ആസ് എ വെർട്ടിക്കൽ ചേഞ്ച് ഫ്രം വൺ ലെവൽ ടു അനദർ. അപ്പോൾ ആ ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വൈ ആക്സിസിൽ സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2, സ്റ്റേറ്റ് 3, സ്റ്റേറ്റ് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ടൈംസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ സ്റ്റേറ്റ് 1 സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു എലമെൻറ്റ്. അപ്പോൾ ആ ഒരു പ്രത്യേക പോയിന്റ് എത്തിയപ്പോൾ 20 എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ടൈം കൺസ്ട്രെയിൻറ്റ് വന്നപ്പോൾ എന്തായി, ആ എലമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആയി. അത് സ്റ്റേറ്റ് 2ലേക്ക് മാറി. അപ്പോൾ അവിടുന്ന് എന്തായി, അതിലേക്ക് ഡൗൺ ആയി. പിന്നെ അതിന് ആ സ്റ്റേബിൾ സ്റ്റേറ്റിൽ 90 വരെ പോയി. പിന്നെ പെട്ടെന്നൊരു ഇവൻറ്റ് വന്നപ്പോൾ വീണ്ടും അതിൽ ചേഞ്ച് വന്നു, സ്റ്റേറ്റ് 3ലേക്ക് പോയി. അതാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് റോബസ്റ്റ് നൊട്ടേഷൻ എന്ന് പറയുക. ഇനി കോൺസൈൻസ് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ബേസിക്കലി എ വാല്യൂ ലൈഫ് ലൈൻ റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഷോസ് ദ ചേഞ്ച് ഓഫ് വാല്യൂ ഓഫ് ആൻ ഐറ്റം ഓവർ ടൈം. സമയം പോകുന്നതിനനുസരിച്ച് അതിലുള്ള വാല്യൂ ചേഞ്ചിങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോൺസൈസ് നൊട്ടേഷനിൽ. ദ എക്സ് ആക്സിസിൽ എന്താണുള്ളത്, ഡിസ്പ്ലേസ് എലാപ്സ്ഡ് ടൈം ഇൻ വാട്ട് എവർ യൂണിറ്റ്സ് ആർ ചൂസൺ. നേരത്തെ പറഞ്ഞ പോലെ അതിലും ടൈമാണുള്ളത്. The same as for the state lifeline. The value is shown between the pair of horizontal lines. 2 pair of horizontal linesൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വാല്യൂസ് കാണിക്കുന്നത്. വിച്ച് ക്രോസ് ഓവർ അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ വാല്യൂ. ഓരോ പ്രാവശ്യം വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോഴും അവിടെ എന്ത് ചെയ്യും, ഒരു ക്രോസിങ് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഹൊറിസോണ്ടൽ ലൈനിന് ഒരു ക്രോസിങ് വരും.
അതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്തായിരുന്നു, 0 എന്നുള്ള വാല്യൂ ആയിരുന്നു. ഒരു പ്രത്യേക ടൈം കൺസ്ട്രെയിൻറ്റ് എത്തിയപ്പോൾ 20 എത്തിയപ്പോൾ അവിടെ എന്ത് ചെയ്തു, വാല്യൂ ചേഞ്ച് ആയി. 0 എന്നുള്ളത് 2.5 ആയി. അപ്പോൾ എന്ത് ചെയ്തു, ആ 2 ഹൊറിസോണ്ടൽ ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. അവിടെ ഒരു എക്സ് കട്ടിങ് വന്ന് കണ്ടില്ലേ, ക്രോസ് ചെയ്തപ്പോൾ പിന്നെ 20 തൊട്ട് 70 വരെ പിന്നെ വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണ്. പിന്നെ 70 ഒരു ഇവൻറ്റ് വന്നപ്പോൾ വീണ്ടും ഈ ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് വാല്യൂ എന്തായി, 1 ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെയാണ് ഏതിൽ വരുന്നത്, കോൺസൈൻസ് നൊട്ടേഷനിൽ വരുന്നത്. സ്റ്റേറ്റ് ആൻഡ് വാല്യൂ ലൈഫ് ലൈൻസ് ക്യാൻ ബി സ്റ്റാക്ക്ഡ് വൺ ഓൺ ടോപ്പ് ഓഫ് അനദർ ഇൻ എനി കോമ്പിനേഷൻ. അപ്പോൾ ഇങ്ങനെ രണ്ടിന് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദേ മസ്റ്റ് ഹാവ് ദ സെയിം എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് നമ്മൾ രണ്ടിലും എന്താണ്, ടൈമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. മെസ്സേജസ് ക്യാൻ ബി പാസ്ഡ് ഫ്രം വൺ ലൈഫ് ലൈൻ ടു അനദർ. ഒരു ലൈഫ് ലൈനിൽ നിന്ന് മറ്റൊരു ലൈഫ് ലൈനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും. ഈച്ച് സ്റ്റേറ്റ് ഓർ വാല്യൂ ട്രാൻസിഷൻ ക്യാൻ ഹാവ് ഡിഫൈൻഡ് ഇവൻറ്റ്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു സാമ്പിൾ ടൈമിംഗ് ഡയഗ്രാം താഴെ കാണിച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോൾ നോക്കിയാൽ അറിയാം, ആ ചേഞ്ചിങ് സ്റ്റേറ്റും കറക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ യൂസറുടെ കേസിൽ എ സി സിസ്റ്റത്തിൽ, പിന്നെ അതേപോലെ യൂസർ ആക്സെപ്റ്റഡിൽ നമ്മൾ ഹൊറിസോണ്ടലി ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഡയഗ്രാം പറയുന്നത് ഇൻ്ററാക്ഷൻ ഓവർവ്യൂ ഡയഗ്രാമാണ്. ഇൻ്ററാക്ഷൻ ഓവർവ്യൂ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇൻ്ററാക്ഷൻ ഓവർവ്യൂ ഡയഗ്രാംസ് ആർ എ ഫോം ഓഫ് ആക്ടിവിറ്റി ഡയഗ്രാംസ് ദാറ്റ് ഫോക്കസ് ഓൺ ദ ഓവർവ്യൂ ഓഫ് ദ ഫ്ലോ ഓഫ് കൺട്രോൾ വേർ ദ നോഡ്സ് ആർ ഇൻ്ററാക്ഷൻസ് ഓർ ഇൻ്ററാക്ഷൻ യൂസ്. അതായത് ഫ്ലോ ഓഫ് കൺട്രോളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻ്ററാക്ഷൻ ഓവർവ്യൂ ഡയഗ്രാം. അത് എവിടുന്ന്, അതായത് നോഡിൽ നിന്ന് തുടങ്ങി ഏത് നോഡിലേക്ക് റെഫർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. The interaction overview diagram is similar to the activity diagram in that both visualize a sequence of activities. രണ്ടിലും ആക്ടിവിറ്റീസ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. The difference is that for an interaction overview, each individual activity is pictured as a frame which can contain a nested interaction diagram. ഓരോ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയും ഓരോ ഫ്രെയിം ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. അതിലെന്ത് വരാം, നെസ്റ്റഡ് ആയിട്ടുള്ള ഇൻ്ററാക്ഷൻ ആക്ടിവിറ്റീസും വരാം, ഇൻ്ററാക്ഷൻ ഡയഗ്രാംസും വരാം. മോസ്റ്റ് ഓഫ് ദ നൊട്ടേഷൻ ഫോർ ഇൻ്ററാക്ഷൻ ഓവർവ്യൂ ഡയഗ്രാംസ് ഈസ് ദ സെയിം ഫോർ ആക്ടിവിറ്റി ഡയഗ്രാം. ആക്ടിവിറ്റി ഡയഗ്രത്തിലുള്ള അതേ നൊട്ടേഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇനീഷ്യൽ, ഫൈനൽ, ഡിസിഷൻ, മെർജ്, ഫോർക്ക്, ജോയിൻ നോഡ്സ് ഒക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻ്ററാക്ഷൻ ഒക്കറൻസ് ഓർ ഇൻ്ററാക്ഷൻ യൂസ് നോക്കാം. ഇൻ്ററാക്ഷൻ ഒക്കറൻസസ് ആർ റെഫറൻസസ് ടു എക്സിസ്റ്റിംഗ് ഇൻ്ററാക്ഷൻ ഡയഗ്രാംസ്. ഇപ്പോഴുള്ള ഇൻ്ററാക്ഷൻ ഡയഗ്രത്തിലേക്കുള്ള റെഫറൻസിനെയാണ് ഇൻ്ററാക്ഷൻ ഒക്കറൻസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ്ററാക്ഷൻ ഒക്കറൻസ് ഈസ് ഷോൺ ആസ് എ റെഫറൻസ് ഫ്രെയിം. ഒരു റെഫറൻസ് ഫ്രെയിം ആയിട്ട് കാണിക്കും. ദാറ്റ് ഈസ് എ ഫ്രെയിം വിത്ത് റെഫ് ഇൻ ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ റെഫ് എന്ന് എഴുതിയിട്ടുണ്ടാവും, REF. ദ നെയിം ഓഫ് ദ ഡയഗ്രാം ബീങ് റെഫറൻസ് ഈസ് ഷോൺ ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഫ്രെയിം. അപ്പോൾ ഡയഗ്രത്തിൻ്റെ പേര്, നമ്മൾ റെഫറൻസ് ചെയ്യുന്ന ഡയഗ്രത്തിൻ്റെ പേര് സെൻറ്ററിൽ കൊടുക്കും ആ ഫ്രെയിമിൻ്റെ. ലാർജ് ആൻഡ് കോംപ്ലക്സ് സീക്വൻസ് ഡയഗ്രാംസ് കുഡ് ബി സിംപ്ലിഫൈഡ് വിത്ത് ഇൻ്ററാക്ഷൻ യൂസേഴ്സ്. ഇങ്ങനത്തെ ഇൻ്ററാക്ഷൻ യൂസേഴ്സിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സീക്വൻസ് ഡയഗ്രത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ കൊടുത്തത് നോക്കുക, അതെന്ത് ചെയ്യാണ്, ഒരു റെഫറൻസ്ഡ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ മുകളിൽ റെഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പേര്, അതായത് ഡയഗ്രത്തിൻ്റെ പേര്, റെഫറൻസ്ഡ് പേര്, ദ നെയിം ഓഫ് ദ ഡയഗ്രാം ബീങ് റെഫറൻസ്ഡ്. അപ്പോൾ അതിൻ്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളവിടെ സെൻറ്ററിൽ കൊടുക്കും. ആക്സെപ്റ്റ് അഡ്മിഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ്ററാക്ഷൻ എലമെൻറ്റ്സ് ആണ്. ഇൻ്ററാക്ഷൻ എലമെൻറ്റ്സ് ആർ സിമിലർ ടു ഇൻ്ററാക്ഷൻ ഒക്കറൻസസ് ഇൻ ദാറ്റ് ദേ ഡിസ്പ്ലേ എ റെപ്രസെൻറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻ്ററാക്ഷൻ ഡയഗ്രാംസ് വിത്ത് എ റെക്റ്റാങ്കുലർ ഫ്രെയിം. ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിമിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻ്ററാക്ഷൻസിന് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്ത്, സ്റ്റുഡൻസ്, രജിസ്റ്റർ, രജിസ്ട്രാർ എന്നുള്ളതിലേക്കുള്ള ഒരു ഇൻ്ററാക്ഷൻ കാണിച്ചിട്ടുണ്ട്. എ സാമ്പിൾ ഇൻ്ററാക്ഷൻ ഓവർവ്യൂ ഡയഗ്രാം ഫോർ എ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സിസ്റ്റം ആണ് 3.63 എന്ത് ചെയ്തിട്ടുള്ളത്, റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തൊട്ട് മുകളിലുള്ള ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുക, ഫസ്റ്റ് എന്ത് ചെയ്യും, സ്റ്റുഡൻറ്റ്
ആക്സെപ്റ്റ് അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാം അഡ്മിഷൻ. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യണം, മസ്റ്റ് ബോത്ത് രജിസ്റ്റർ ഫോർ ക്ലാസ്സസ് ആൻഡ് ഹൗസിംഗ്, രണ്ടിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ആഫ്റ്റർ ബോത്ത് ഓഫ് ദീസ് ആർ കംപ്ലീറ്റ്, രണ്ടും കംപ്ലീറ്റ് ചെയ്താൽ ദ സ്റ്റുഡൻറ്റ് മസ്റ്റ് പേ ദ രജിസ്ട്രാർ, പിന്നെ ഫീ അടക്കണം. ഇഫ് പേയ്മെൻറ്റ് ഈസ് നോട്ട് റിസീവ്ഡ് ഇൻ ടൈം ദ സ്റ്റുഡൻറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ബൈ ദ രജിസ്ട്രാർ, പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രജിസ്ട്രാർ ഈ സ്റ്റുഡൻറ്റിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരൊറ്റ ഡയഗ്രായിട്ട് കാണിച്ചിട്ടുള്ളത്.